ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അത് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്കൊരു 3 ഡിസൈനും കൂടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിങ്ങനെ മടക്കി നമ്മൾ ഓൺ ഫോൾഡ് ആക്കി വെച്ചേക്കുവാണ്. ഇനി നമ്മുടെ നെക്കിൻ്റെ സാധാരണ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 6 ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ക്വയറൊക്കെ ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ആൾ നമ്മുടെ ഫ്രഞ്ച് കർവിനെ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ള ഡിസൈൻ നമുക്ക് ഇങ്ങനെ നമ്മൾ കുറേയൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയാസ് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ദയവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഫ്രഞ്ച് കർവിൻ്റെ ഈ കുഴിഞ്ഞിരിക്കുന്ന ഈ ഭാഗം വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ മാർക്കിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാർക്കർ വെച്ച് വരയ്ക്കുമ്പോൾ ഒരു പെൻസിൽ വെച്ച് വരച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രഞ്ച് കർവിനെ നേരെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ വേണ്ടത് വെച്ചാൽ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക. ഞാൻ മേളിലോട്ട് വരയ്ക്കാത്തത് നമ്മൾ ആ ഫ്രഞ്ച് കർവ് അതേപോലെ വരയ്ക്കുകയാണെങ്കിൽ അത് കഴുത്ത് കുറച്ച് കയറിപ്പോവും. അപ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ നെക്കിൻ്റെ ഡിസൈൻ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ടൊക്കെ കാണുകയാണെങ്കിൽ ഈ വീഡിയോ യൂട്യൂബ് വേറൊരാളിലേക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ വേറൊരാൾക്കും ഒരു വ്യൂവും കൂടി എനിക്ക് കിട്ടും. അപ്പോൾ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് നെക്കിൻ്റെ ഡിസൈൻ. ഇനി നമുക്ക് രണ്ടാമത്തെ നെക്കിൻ്റെ ഡിസൈൻ എടുക്കാം. അപ്പോൾ അതിന് നേരത്തെ പോലെ തന്നെ പേപ്പർ എടുത്തു, ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അറിയാമല്ലോ, നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്യണം. അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്തെടുക്കാവേ. ആസ് യൂഷ്വൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ലെങ്ത്തായിട്ട് 6 ഇഞ്ചസും അതുപോലെ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ചസും തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ബോക്സ് പോലെ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെപ്പോഴും നമ്മുടെ നെക്കിന് ഡിസൈൻ ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഫ്രഞ്ച് കർവ്, ഈ വീഡിയോ ഫുള്ള് നമ്മുടെ ഫ്രഞ്ച് കർവ് ആണല്ലോ താരം. അപ്പോൾ ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഞ്ച് കർവിനെ വെച്ച് ഞാൻ ആദ്യം എങ്ങനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ആംഗിളൊക്കെ കറക്റ്റായിട്ട് നോക്കിയൊക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ ജോമെട്രി ബോക്സിനകത്തുള്ള പ്രൊട്രാക്ടറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ആംഗിളൊക്കെ നോക്കി വരയ്ക്കുന്നത് പോലെയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ ഫ്രഞ്ച് കർവിൻ്റെ ആ കർവ് വരുന്ന ആ പോർഷൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തേക്കുന്നത്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം വലിയ 3 സ്കാലപ്പിൻ്റെ പോലെ നമുക്ക് ഒരു ഡിസൈനാണ് കിട്ടുന്നത്. പറ്റുമെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയ വേറെ പലതുമായിരിക്കും. ഞാനിപ്പോൾ ഈ കാണിച്ച ഡിസൈനേ ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ വരുന്ന ഡിസൈൻ ചിലപ്പോൾ ഇതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കാം. അതൊക്കെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്ത് നോക്കുന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് ഓരോരോ ഐഡിയാസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സെക്കൻഡ് നെക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്കിനി അടുത്ത നെക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് ഞാൻ നേരത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് ഇപ്പോൾ വളരെ വിലയേറിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെപ്പോലെ
തയ്യൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ തേർഡ് ഡിസൈനാണ് ഇത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റായിട്ട് തോന്നിയ ഒരു ഡിസൈനും കൂടിയാണ് ഇത്. നമ്മളിപ്പോൾ നമ്മുടെ കുർത്തിക്കാണ് ഈ നെക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പാൻറ്റിൻ്റെ പോർഷൻ, ചെറിയൊരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു നെക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്തെടുത്തുനിന്ന് മേളിലോട്ട് 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് എടുത്തതിൻ്റെ അവിടെ നിന്ന് സൈഡിലേക്ക് നമ്മളൊരു 1 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നെക്കിൻ്റെ അതായത് സ്കാലപ്പല്ല ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ആ പോയിന്റിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് നമുക്ക് എടുത്താലേ ഈ നെക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിരുന്ന അവിടെ നിന്ന് താഴേക്ക് കറക്റ്റായിട്ട് ആ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്കുവാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ നിർത്തിയ ആ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് പിന്നെ താഴത്തേക്ക് ഒരു ചെറിയൊരു ജോയിനിങ്ങും കൂടി കൊടുത്തേക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇറക്കം നമുക്ക് കൂട്ടുന്നെങ്കിൽ കൂട്ടാം, അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ. അപ്പം നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാൻറ്റിൻ്റെ പീസൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമെന്ന്. അത് നമുക്ക് ഈ പോർഷനിൽ വെച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ അവിടെ നമുക്ക് ഫ്രണ്ടിലൊരു കെട്ട് പിടിപ്പിക്കാം. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു നെക്കിൻ്റെ പാറ്റേണാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത്. ആ മേൽഭാഗത്ത് ആ ഒരു കട്ടിൻ്റെ അവിടെയായിട്ട് നമുക്കൊരു കെട്ടൊക്കെ വെച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇന്ന് ചെയ്ത ഈ 3 നെക്കിൻ്റെ ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.